കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കലുകൾ പല പാർട്ടികളിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസിൽ നിന്ന് തന്നെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൽ നിന്നും ഒക്കെ തന്നെയും വളരെ വലിയ തോതിലുള്ള ഒഴുക്ക് ഉണ്ടാവുന്നുണ്ട്. അതും BJP പാളയത്തിലേക്ക് പലരും എത്തുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാർത്ത വന്നിരിക്കുന്നതെന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകനും KSU മുൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും മാധ്യമ പ്രവർത്തകനുമായ ജയേഷ് രാഘവൻ ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുകയാണ്. കോഴിക്കോട് നടന്ന പരിപാടിയിലാണ് BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ജയേഷിനെ BJPയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു അട്ടിമറി പല രീതിയിൽ പല പാർട്ടികളിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ KSU മുൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കൂടി ആയിരുന്ന വ്യക്തി ഇപ്പോൾ BJP പാളയത്തിലേക്ക് എത്തിയിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെയും എന്തൊരു കാര്യവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് പാർട്ടികളിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പാർട്ടി വിട്ടുകൊണ്ട് ഈ പറയുന്ന മറ്റു പാർട്ടികളിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അതേതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വളരെ പ്രതീക്ഷയോടുകൂടി ഇത്തവണ മത്സരിക്കാൻ നിൽക്കുന്ന കോൺഗ്രസിന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുന്നേ തന്നെയുള്ള ഏതൊരു കൊഴിഞ്ഞുപോക്കലുകളും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തലവേദന ഉണ്ടാക്കുന്ന കാര്യമായി മാറും. പ്രത്യേകിച്ച് ഇടതുപാളയത്തിൽ നിന്നുള്ള കൂട്ടക്കൊഴിച്ചിലൊക്കെ തന്നെയും BJP പാളയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്നും ഒരു ഒഴുക്ക് BJP പാളയത്തിലേക്ക് ഉണ്ടാകുന്നത് കോൺഗ്രസ് ഏത് രീതിയിൽ നേരിടുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.